പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരളി ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയെ ഹവയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ലിസിനെയും റോണിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണകരനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച ദൈവം ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുവനന്തപുരത്തിന്റെ കാവൽക്കാരനായി മാറിയോസേപ്പെ, ദൈവമാതാവായി പരിശുദ്ധമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാൻ ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാൻ പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെ കാവൽമാലാകന്മാരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. It's a beautiful night. We're looking for something dumb to do. Hey baby, I think I wanna marry you. Is it the look in your eyes, or is it this dancing juice? Who cares baby, I think I wanna marry you. Well, I know this little chapel on the boulevard we can go. No one will know. Oh come on girl, who cares if we're trash? Got a pocket full of cash we can blow. Shots of Patrol, and it's on girl. Don't say no, 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 no. Just say yeah, 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 yeah. And we'll go
സഹോദരന്മാരെ, ഇന്ന് കുരിശിടവകയിൽ ഞാനിവിടെ വികാരിയനായിട്ട് സന്തോഷപൂർവ്വം കേൾക്കുന്നത് റോൺ റോയിയെയും ലിസ് ജോൺസണെയും ഈ വിവാഹ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനാണ്. റോൺ റോയ് കിഴക്കുടൻ കോട്ടയം ലൂർദ് കൊറിയൻ ഇടവകമാണ്, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ. അതുപോലെ ലിസ് ജോൺസൺ തൈക്കാട്ടിൽ മാടക്കായി കുടുംബം, വിജയപുരം സെന്റ് ഫ്രാൻസിസ് ഇടവകാംഗമാണ്. ഇവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു മുഹൂർത്തത്തിന് ആണ് ഈ പരിപാവനമായ ദേവാലയത്തിൽ അണഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ തന്നെ ഈ സുപ്രധാന പരിപാവന നിമിഷത്തിന് സാക്ഷിയാകുവാൻ നാം ഏവരും വന്നുചേർന്നിരിക്കുന്നു. നിങ്ങളേവരെയും സെയിന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സമയം ഈ നവവധൂവരന്മാരാകാൻ പോകുന്ന ലിസ് ജോൺസനും റോൺ റോയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് അവരുടെ വിവാഹ ജീവിതത്തിൽ ധാരാളം ഐശ്വര്യം, ദൈവാനുഗ്രഹം, ഇവിടുത്തെ ഔസേപിതാവിന്റെ സംരക്ഷണം ഉണ്ടാകുവാൻ ഇടവരട്ടെ. നമുക്ക് ഈ വിശുദ്ധ കുർബാന തിരുക്കർമ്മങ്ങളും ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹബന്ധത്തിലായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസൻ ഞങ്ങൾ വിളിച്ചുവല്ലോ. സ്വർഗതകാലപരമായ സമ്പന്നരാക്കുകയും അങ്ങനെ കൽപ്പന പാലിച്ച് മാർഗവുമായി ജീവിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ എവിടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും മൃഗത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. മാതിരിയാകുന്നു, അവളുടെ മേൽകയും പുതിയതാകുന്നു. വലിയേറെ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിലുള്ള നീടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമൃഗം പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സമാധാനമോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ നാം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാലങ്ങളെല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. കാലത്തിന്റെയും നാഥായ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സ്തുതിതനായ വസിക്കുന്ന പരിശുദ്ധനും ശുദ്ധനും ബലവാനും അത്യുന്നതമായ കർത്താവേ, അങ്ങയുടെ സമാധാനത്തിൽ നാം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. ആമേൻ.
എന്റെ സഹോദരനെ ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ 7 വരെ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഉപദേശിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിൽ അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ അമതർപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമൂല്യങ്ങളായ പിന്നെയും മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരത്വം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തെ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീകൾ പാത്രമാണെങ്കിലും ജീവിതായമായ കൃപയ്ക്ക് തുല്യാവകാശം അവരുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 1 മുതൽ 11 വരെ വചനങ്ങൾ. കാനായിലെ വിവാഹം വരുന്നു. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വെയിൽ തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പഞ്ചാരോട് പറഞ്ഞു, അവൻ നിങ്ങൾ പറയുന്നത് ചെയ്യുകയും യഹൂദരുടെ ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്തുകൊണ്ട് ചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായമായ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട നെറ്റിത്തച്ച, വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങി
കുരിയച്ചർ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ അൾത്താരത്തിലായിരിക്കുന്ന റോൺ റോയ്, ലിസ് ജോൺസൺ, അവരുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രങ്ങളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ രണ്ടുപേർ വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി ഇവർ രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ വിവാഹ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് തീരുമാനം കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രങ്ങൾക്കും അയൽവാർക്കും നാടിനും ഒരു അനുഗ്രഹമായിട്ട് തീരുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുവചനത്തിലൂടെ നാം ധ്യാനിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. തുടർന്ന് 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങി ഇവിടെ ആയിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈ വാചകം, തിരുവചനം അർത്ഥവത്തായിട്ട് തീരുകയാണ്. ഇവർക്ക് ചേർന്ന ഇണയെയാണ് ദൈവം ഇവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമുക്കറിയാം. തൃശ്ശൂരിലേക്ക് കടന്നു വന്നിട്ടുള്ള മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ സംഭവം, ഏറ്റവും മരിക്കുന്നതിന് അവസാന കാലഘട്ടത്തിൽ ഉണ്ടായത് ഇപ്രകാരമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റോമിലായിരുന്നപ്പോൾ തീരെ അവശനായിരുന്നു, രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ പിതാവ് തന്നെ ശുശ്രൂഷിച്ചിരുന്ന ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. എന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ നിരുത്സാഹപ്പെടുത്തി. കാരണം പരിശുദ്ധ പിതാവ് വളരെ ക്ഷീണിതനാണ്, രോഗിയാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് അത്ര സാധിക്കുമായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ പിതാവിന്റെ നിർബന്ധത്തെ തുടർന്ന് പരിശുദ്ധ പിതാവിനെ യാത്രയ്ക്ക് അനുമതി നൽകുകയാണ്. പിതാവ് പോളണ്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം വലിയ ആഘോഷത്തോടു കൂടിയിട്ട് എല്ലാവരും പരിശുദ്ധ പിതാവ് സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം 1 മണിക്കൂർ സമയം പരിശുദ്ധ പിതാവ് തന്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ, താൻ ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിൽ ഏകദേശം 1 മണിക്കൂർ അവിടെ ചിലവഴിക്കുകയുണ്ടായി. ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിക്കാതെ തനിച്ചായിരുന്നു കുറച്ചു സമയം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചിലവഴിച്ചത്. സ്വാഭാവികമായിട്ടും ആ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം മാധ്യമപ്രവർത്തകരാണ് ഒരുമിച്ച് കൂടിയത്. തങ്ങളുടെ കൈകളിലുള്ള മൈക്ക് സ്റ്റാൻഡും മറ്റുമായിട്ട് അവർ അടുത്തുകൂടിയപ്പോൾ എന്തായിരുന്നു പരിശുദ്ധ പിതാവ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ പിതാവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. അത് വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് ഒരുങ്ങുന്ന ഇവർ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വളരെ മഹത്തരമായ ഒരു മറുപടിയായിരുന്നു പരിശുദ്ധ പിതാവ് അന്ന് നൽകിയത്. ഞാൻ മാർപ്പാപ്പയായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും എന്റെ വിശ്വാസത്തിന്റെ പൈതൃകം, എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു നൽകിയത്, എന്നെ കുരിശു വരപ്പിക്കുവാനായിട്ട് പഠിപ്പിച്ചത് എന്റെ ഈ ഭവനത്തിന്റെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 1/2 മണിക്കൂർ സമയം ഞാൻ എന്റെ ഈ വീടിന്റെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു കുറച്ച് സമയം ചിലവഴിച്ചതെന്ന് മാധ്യമ പ്രവർത്തകരോട്, അതിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അതിനെ തുടർന്ന് രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഞാൻ കുറച്ച് സമയം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്ന, ഞങ്ങൾ സഹോദരി സഹോദരങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന കൂട്ടുമുറിയിലാണ്, ഡൈനിങ് റൂമിലാണ്, ഞങ്ങൾ റെഫക്ടറിയിലാണ് കുറച്ച് സമയം ചെലവഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവിടെ പരിശുദ്ധ പിതാവ് ഇപ്രകാരമായിരുന്നു ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞതും, ഞങ്ങൾ പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ മാതൃക അല്ലെങ്കിൽ വലിയ മൂല്യം എന്റെ മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ഡൈനിങ് റൂമിലായിരുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ഈ മാധ്യമ പ്രവർത്തകരിലൂടെ ഈ ലോകത്തോട് പറയുകയായിരുന്നു. മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞത് ഇപ്രകാരമാണ്, എന്റെ മാതാപിതാക്കൾ ഓരോ ദിവസവും അധ്വാനിക്കുന്നവരായിരുന്നു.
അതുകൊണ്ട് തന്നെ അധ്വാനത്തിന്റെ അവസാനം വൈകിട്ട് സന്ധ്യയാകുമ്പോൾ അവർ അവരുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ അവർ കിടന്നുറങ്ങിയിരുന്ന അവരുടെ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു, അവരുടെ സ്വന്തം എന്ന് പറഞ്ഞിരുന്ന അവരുടെ കിടപ്പുമുറി. അവിടെയാണ് ഞാൻ കുറച്ച് സമയം ചെലവഴിച്ചത്. കാരണം ഓരോ ദിവസത്തിന്റെയും അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഒക്കെ അവസാനം പല പ്രശ്നങ്ങളും അവർ പരിഹരിച്ചിരുന്നത് അവരുടെ കിടപ്പുമുറിയിലായിരുന്നുവെന്ന് പരിശുദ്ധ പിതാവ് ഈ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാവരും പ്രത്യേകമായി വിവാഹത്തിന്റെ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവരുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമാകാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ സുന്ദര നിമിഷത്തിൽ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ കുടുംബജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ ആവശ്യകതയെയും പരസ്പര സ്നേഹത്തിന്റെ ആവശ്യകതയുടെയും അതുപോലെ തന്നെ ഓരോ ദിവസത്തിന്റെയും അധ്വാനത്തിന്റെ അവസാനത്തിൽ ഓരോ പ്രശ്നങ്ങളെയും പരിഹരിച്ചതിന്റെ മാതൃകകള് തന്റെ മാതാപിതാക്കളുടെ ഉദാഹരണങ്ങളിലൂടെ തന്റെ സഹോദരി സഹോദരങ്ങളുടെ ഉദാഹരണങ്ങളിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ഇന്ന് സുവിശേഷത്തിലൂടെ കാനായിലെ വിവാഹവിരുന്നാണ് നാം വായിച്ചു കേട്ടത്. തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. അന്നത്തെ ഒരു പ്രതിസന്ധിയിൽ പ്രത്യേകമായിട്ട് അതൊരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ആ കുറവുകളെ നിറവുകളാക്കി തീർക്കുവാനായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ തിരുവചനത്തിന്റെ പ്രത്യേകത. പല കുറവുകളെയും നിറവുകളാക്കി മാറ്റുമ്പോൾ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഏറ്റവും ആഹ്ലാദകരമായി തീരുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് രണ്ടുപേർക്കും വിവാഹ ജീവിതത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷം ഭക്തിയോടും കൂടി വിവാഹം ആശീർവദിക്കുന്നവർക്ക് വേണ്ടി കർത്താവിനെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ മണവാളിയെ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ത്യാഗപൂർണമായ ജീവിതം നയിക്കുക. നിന്റെ പ്രമാണം അനുസരിച്ച് മാതൃകാപരമായ പ്രപഞ്ചം നയിച്ച് സ്വകീയം കൊണ്ടുവരാൻ പോവാൻ വിവാഹബന്ധത്തിനാ പേര് കെട്ടിപ്പഠിപ്പിച്ച മിശിഹായി പരസ്പര ശുദ്ധിയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപൂർവ്വമായി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നൽകാൻ ജീവിക്കുവാൻ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരമായ സന്തോഷം പ്രതീക്ഷയോടെ കുറഞ്ഞ ജീവിതം വിജയമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനം നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാക്കുന്നിരിക്കുന്ന എത്തികൾ നേടുവാൻ ഇവരെ സ്നേഹാഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ മാതാക്കളെയും കുടുംബാക്കളെയും ഇതിற்கு മധ്യ പങ്കെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന പ്രത്യാശയാൽ പിന്തുടരാൻ പോകുന്നു. ഈ പ്രത്യാശയം പരിഗണിക്കുന്നതിന് പുരോഗതി നയിക്കുന്നതിന് പ്രാർത്ഥന പോകുന്നു. നമുക്കെല്ലാവർക്കും ഭക്തവും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പരിശുദ്ധ സഹിതമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയെ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധത്തിൽ നയിക്കുന്ന ആശ യോഗ്യതയിൽ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാന സമൃദ്ധമായി ചൊരിയണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
വിശുക്കാരുടെയും തിരുസഭയുടെ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടിയിട്ട് ലിസ് ജോൺസനെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നുവോ? ലിസ് ജോൺസൺ വിശുക്കാരുടെ ദൈവവും തിരുസഭയുടെ അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടിയിട്ട് റോൺ റോയിയെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ യോഗങ്ങൾക്ക് സാക്ഷിയാകുമോ? പലതരം ക്ഷേത്രങ്ങളെ വിളിച്ചു പരസ്പരമായി പലതരം ചേർത്തിലേക്ക് അപരാധത്തിന്റെ സമാപ്തിന്റെ യോഗവും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സ്നേഹത്തോടും കൂടി കുടുംബിച്ചു നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭ വധുവരെ സ്വീകരിച്ച കർത്താവെ, വിശ്വാസ സ്നേഹത്തിലും വധുവരന്മാർ ഒന്നിപ്പിക്കുന്ന തായി ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായി തായി അഭേദ്യമായ സ്നേഹത്തിന് പൂർണ്ണമായ വിശ്വസ്തരും ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് വച്ച് ജീവിക്കുവാനും ഇതിൽ പുതുതായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസിനെ അടയാളമാക്കുകയും ചെയ്യട്ടെ. മോതിരം വെച്ചിരിപ്പം കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസിക്കാരമായി ഇവർ പരസ്പരമണിക്കുന്ന മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മന്ത്രപ്പൊടി വെച്ചിരിപ്പം കൃപാവരത്തിന്റെ അനുസവസ്ത്രത്താൽ മനുഷ്യാത്മാവ് അനുഗ്രഹിക്കുന്ന കാര്യമായ കർത്താവെ, ഈ മന്ത്രകോടിയെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധമേ, മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്ഠരായി ജീവിച്ച് സർവത്തിന്റെ മഹത്വത്തിൽ വസ്ത്രമണിയുവാൻ പ്രയോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വസുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സഫലരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിൽ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളെ ചൊല്ലട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധമാർഗത്തിൽ നയിക്കുവാനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും നന്ദിയും ആരാധനയെ സമർപ്പിക്കുവാൻ അവിടെ തന്നെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. All is
നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും കുടുംബത്തിന്റെ നായകനായ മാറിയ ഔസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യ സൃഷ്ടിക്കുകയും ഈ ഭാഗമേശയാൽ നിർമ്മലമായ സ്നേഹത്തിലും സ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ കാത്തു പരിപാലിക്കട്ടെ. വിശ്വകാഠാഭയങ്ങളും വിശ്വതീരമായ സജീവനെ സമർപ്പിക്കുവാൻ ഏകദാശിയെ ശക്തനാക്കട്ടെ. സന്താന സ്വഭാവമായി നൽകിയേ പ്രാർത്ഥനയുണ്ടായി നിങ്ങളുടെ ഗുണമാഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഗുണമാകുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്ത് ദൈവം പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയെ സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ക്രിസ്തുവിന്റെ വെളിവിടമേ സ്വസ്തി. Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time. Every day was a memory we made. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you. Your hand held in mine. You're so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful with you.
നാമത്തിനാമേ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ശിംശാരി സുവിശേഷം. മണവാളിനെതിരേൽക്കാൻ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണയെടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയെടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയിൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ രാത്രി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുകയും. കന്യകമാരെല്ലാവരും ഉണർന്നേറ്റ് ഒരുക്കിയിരുന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗലാഘോഷങ്ങളായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, വിവാഹം എന്ന കൂടാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങയോട് നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഞങ്ങളിൽ സദാ വളർത്തണമേ. ഞങ്ങൾ അന്യോന്യം സമർപ്പിച്ചും സംസാരിച്ചും പോരായ്മ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കാനും അത്യന്തം വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ അങ്ങേ നേരിൽ കണ്ടാനന്ദിക്കുവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യേണ്ടത്. സകലത്തിൻ്റെ നാഥ എന്നേക്കും. Hearts intertwined. It's so beautiful with you. Look ahead, the sea is calm, and I know we've been through a lot, but just wait. Wait for better days to come and carry us like wind in our sails. Hold on tight, I can smell the shore, it's right in front of us if we just hold on tight. This vision that I saw is getting closer every dawn. We are dreamers of the shore.
सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों में, बातों में आशिकी। सूरज की बाहों में अब है ये जिंदगी, किरणें हैं सांसों में, बातों में आशिकी। ക്ലോസ് റിലേറ്റീവ് തന്നെയാണ്. റോണിന്റെ അമ്മയുടെ അങ്കിളുടെ മകളാണ് ഞാൻ. അമ്മയുടെ അങ്കിളാണ് ജോസച്ചൻ, ജോസച്ചന്റെ മൂത്ത മകൾ സ്മിതയാണ് ഞാൻ. എൻ്റെ പേര് സ്മിത പൗലോസ്. ഇനി റോണിനെ, നമ്മുടെ ഹാൻസം ഗ്രൂം റോണിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹി ഹാസ് ഡൺ ഹിസ് ബിടെക് he has done his veterinary university, dairy science and technology he has done. Now he is working, he has done his MTech in NTRI, Haryana, and now he is working in government service as dairy extension officer in Pyramid. Now coming to our beautiful bride, Liz. Liz has done her BTech from CET Trivandrum. Now she is working as assistant manager in SIB, South India Bank, Thoppambadi branch, Ernakulam. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ആൻഡ് ഹാൻസം ഗ്രൂം. ഇവരുടെ പാരൻസിനെയാണ് നെക്സ്റ്റ് വെൽക്കം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഐ കോൾ അപ്പോൺ റോൺസ് പാരൻസ്, മിസ്റ്റർ റോയ് ആൻഡ് ഗേളി റോയ്, ടു ദ സ്റ്റേജ്. ആലപ്പാട്ട് കിഴക്കുടൻ ഫാമിലിയാണ് മിസ്റ്റർ റോയ്. റോയ് ജോൺ.
Kottayam now. Ron is settled in Kottayam. And Gary, his mom, she's very graceful and she is a teacher in Mar Peselios Public School, Kottayam. So let's welcome Miss Captain Johnson was captain of the ship with IOC. Gorgeous Captain Johnson is from the stage, and Dr. Minimol, she is a professor in Government Engineering College, Kannur. Listen there, one and only brother, Dr. Edwin. Witty and dashing Dr. Edwin, welcome to the station. ഇനി നമുക്ക് ഇവരുടെ ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ അനുഗ്രഹ ആശംസകൾ നമുക്ക് വേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് സൈഡിലും ഗ്രാൻഡ് പാരൻസിനെ നമ്മൾ ക്ഷണിക്കുകയാണ്, വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് റോൺ സൈഡ് ഓഫ് ഗ്രാൻഡ് പാരൻസ് ഫ്രം ബോത്ത് സൈഡ്സ്. റോണിന്റെ ഫാദറിന്റെ സൈഡിലും മദറിന്റെ സൈഡിലും അമ്മമാർ മാത്രമേ ഉള്ളൂ. റോണിന്റെ ഫാദർ റോയുടെ father was late George Kerkude. He was manager with CSB Thrissur, and his mom is Annie George, retired from Catholic Syrian Bank. ML Anthony, he was working with central government employee with food ministry in Delhi, and grandmother Lissy Anthony, high school teacher, Chirp School. And other side, TV Pius and Thresiyamma Pius. TV Pius was retired PWD engineer, and Thresiyamma Pius was his mom, housewife. ഒരു രണ്ട് സൈഡിലുള്ള ഗ്രാൻഡ് പാരൻസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാലേ ഇവരുടെ ഫാമിലി കംപ്ലീറ്റ് ആവുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളോട് കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത ചടങ്ങിലേക്കൊക്കെ കടക്കാൻ പോകുന്നത്. വൈൻ ടോസ്റ്റിംഗ് സെറിമണിയാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. വൈൻ പോലെ നല്ല ലഹരിയോട് കൂടി, നല്ല സ്പിരിറ്റോട് കൂടിയിട്ട് ജീവിതം മുഴുവൻ അവരെ മധുരതരമായി തീരട്ടെ. ഒരു പ്രത്യേക എന്താ പറയാ, ഒരു സ്പെഷ്യൽ ഒരു ഇൻസിഡന്റ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിന് എന്തായാലും അറിയും, മറ്റുള്ളവർക്കത് ഒരു പുതിയ ഒരു അറിവായിരിക്കും. അതായത് വർഷങ്ങൾക്ക് മുമ്പ് റോണും ലിസിന്റെ ചേട്ടൻ ഡോക്ടർ എഡ്വിനും മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. സ്ട്രേഞ്ച് അല്ലേ? അളിയനാവാൻ പോകുന്നവര് വർഷങ്ങൾക്ക് മുമ്പ്
എൻട്രൻസ് കോച്ചിങ്ങിന് ഒരുമിച്ച് പോയിട്ടുണ്ട്. എനിക്ക് അറിയേണ്ടത് ഇതാണ്, വേർ ഡിഡ് ദേ ഗോ ഫോർ ദെയർ എൻട്രൻസ് കോച്ചിങ് ടുഗദർ? എവിടെയാ പോയത്? ആർക്ക് പറയാൻ മനസ്സിലാക്കും? കൈപ്പൊക്കോ പറയൂ. PC തോമസിന്റെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൽ. വെരി ഗുഡ്. അവിടെയാണ് അവർ പോയത്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് അളിയനാവാൻ പോകുന്നവരാണെന്ന് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഡെസ്റ്റിനി വാസ് ലൈക്ക് ദാറ്റ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ലിസിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് ലിസസ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്? എഞ്ചിനീയറിംഗ് എന്ത് ബ്രാഞ്ചാണ് ലിസ് പഠിച്ചിരിക്കുന്നത്? എന്തോ? സിവിൽ എഞ്ചിനീയറിംഗ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. മറ്റൊരു കൗതുകകരമായ കാര്യം ഇവരുടെ ലൈഫിലുണ്ട്. അതും ഫാമിലി മെമ്പേഴ്സിന് അറിയാം, ഫ്രണ്ട്സിന് അത്രത്തോളം അറിവുണ്ടാവില്ല. അതായത് റോണിന്റെ അമ്മയും ലിസിന്റെ അമ്മയും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. വളരെ സ്ട്രേഞ്ച് അല്ലേ? അതെ. അപ്പോ അളിയന്മാരും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, അമ്മമാരും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്കറിയേണ്ടതാണ്, വിച്ച് സ്കൂൾ ഡിഡ് ഗേളി ആൻഡ് ഡോക്ടർ മിനിമോൾ സ്റ്റഡി ടുഗദർ? ഏത് സ്കൂളിലാണ് അവർ ഒരുമിച്ച് പഠിച്ചത്? സ്കൂളിന്റെ പേര് പറയൂ. സെന്റ് ജോസഫ് കോൺവെന്റ് കുരിയച്ചിറയിലാണ് അവർ ഒരുമിച്ച് പഠിച്ചത്. ഏത് കോളേജിലാണെന്ന് കൂടി പറയൂ. ഏത് കോളേജിലാ? സെന്റ് മേരീസ് കോളേജ്. പ്രീ ഡിഗ്രിക്ക് അവർ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അത്രയും വർഷം ഒരുമിച്ച് പഠിച്ചവരാണ് ഇവരുടെ അമ്മമാര്. എന്തൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആണ് അല്ലേ? പിന്നെ ഇനി ഞാൻ അതേ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളൊരു ടെസ്റ്റിംഗ് ആണ്. അതായത് ഇവരുടെ ബിട്രോത്തലിന് അവിടെ ഹൗ ഫാർ ഡു യു നോ ഈച്ച് അതർ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ റോൺ ആണെങ്കിൽ റോൺ, അല്ലെങ്കിൽ ലിസ് ആണെങ്കിൽ ലിസ് എന്നുള്ളത് പൊക്കി കാണിക്കാനൊക്കെ പറഞ്ഞിരുന്നു, പേപ്പർ പൊക്കി കാണിക്കാനായിട്ട്. അപ്പൊ അത് എത്രത്തോളം നിങ്ങൾ ലിസൺ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് ഒരു ടെസ്റ്റിംഗ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഹൂ സ്പെൻഡ്സ് മോർ ടൈം ഓൺ സോഷ്യൽ മീഡിയ? ഒരു ക്വസ്റ്റ്യൻ അന്ന് ചോദിച്ചതായിരുന്നു. ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. ആരാണ്? റോൺ. എല്ലാവരും ഒരേ സ്വരത്തിൽ റോണിനെ പറയുന്നത്. ഹി സ്പെൻഡ്സ് മോർ ടൈം ഓൺ സോഷ്യൽ മീഡിയ. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല അറ്റൻറ്റീവ് ആയിരുന്ന ആ സെഷൻ കേട്ടു അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മോർ ലൈക്ലി ടു അപ്പോളജൈസ് ഫസ്റ്റ് if at all they fight? അത് റോൺ തന്നെയാണ്. ഇനി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി എന്റെ ഓർമ്മയിലുണ്ട്. ഹൂ ഈസ് എ ബെറ്റർ ഷെഫ്? റോണാണ് ബെറ്റർ ഷെഫ്. ഓക്കെ, അത്രയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. സമയപരിമിതി ഉണ്ട്, കുറെ ടൈം ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യാം. മീൻസ് ഡാൻസ് ആൻഡ് സോങ്, അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു ഡാൻസ് ആണ്.
यहाँ मामूली नहीं कोई भी, इस धंधे में गलती भी है सही। दुनिया का है क्या जो कहती है कहे, इस चस्के की भी दवाई है नहीं। जी भर के अब जीने भी रे दीवारें गिरा दे रे, रोके ना कोई हमको यहाँ। सारी झंझट भुला दे रे, थोड़ी सी पिला दे रे, यूं ही घूमे ये जहाँ। ओ यारा रफ्तारा नचे नचे ढंकारा बाजे बाजे धूम धड़ाके हाँ। दीवाने सारे रफ्तारा नचे नचे ढंकारा बाजे बाजे आगे हाँ। ओ यारा रफ्तारा नचे नचे ढंकारा बाजे बाजे धूम धड़ाके हाँ। दीवाने सारे रफ्तारा नचे नचे ढंकारा बाजे बाजे आगे हाँ। यहाँ मामूली नहीं कोई भी। मेरे मन को मैं तूने क्या इशारा बतलाए मौसम, लग प्यारा जग सारा। छूकर मेरे मन को मैं तूने क्या इशारा बतलाए मौसम, लग प्यारा जग सारा। छूकर मेरे मन को मैं तूने क्या इशारा। Another hour just slipped away. Sorry to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you, I can't help but think. What if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run the second chance wasn't gone? And what if you were the one? What if I wasn't done loving you? तू
interpretar el sentido de las palabras que me dedicas, pero el calor de tu mirar me hace sentir como la más bella señorita. निगाहों से कहीं अरमान की दास्तां है सेन्योरिटा, ये चाहत की मोहब्बत की सारी दुनिया में एक ही जुबान है सेन्योरिटा। मुझसे अब नजर ना फेरो, आओ पास तुम मेरे, मुझको बाहों में तुम घेरो, समझी ना सेन्योरिटा। चाहत के ऊपर ही मिल पाए, दुनिया मेरे भी कम है क्या, दो पलकों को आओ खो जाए, भूले हम होता गम है क्या सेन्योरिटा, सुनो सुनो सेन्योरिटा कहते हैं हम क्या। So beautiful. എല്ലാവരും കൈയടിക്കും. മനോഹരമായി. ഏറ്റവും സ്പെഷ്യൽ ഇവന്റ്, ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എല്ലാവരും ചെയ്തു. Do this on my own. Oh, how I've learned so much from our time. If you stay, I swear that we will make it okay. And if you go, just know that I've tried. Give me the song inside your soul, give me the words to sing along. Show me the love that we used to know. Show me the love. Ooh, we got a long, long way to go. Ooh, if we never try, we'll never know. And I will hold us together till can't hold on no more. Hey, old friend, funny seeing you here again. Oh, how I've learned so much from our time. All I see are all the things you give it to me, and I'm no longer scared to roll the dice. Give me the song inside your soul, give me the words to sing along. Show me the love that we used to know. Show me the love. Ooh, we got a long, long way to go. Ooh, if we never try, we'll never know. And मैं डालू ताल पे भंगड़ा तू भी गिद्दा डाले, चले रंग जमा दे हमके बने सभी मत वाले। मन कहे कि मैं ले आऊं चांद और तारे सारे, इन हाथों पर मैं चांद रखूं, इस मांग में भर दूं तारे। हेलो हेलो, तू फ्लोर पे जब है आई, येलो येलो बड़ी सॉलिड मस्ती छाई। हेलो हेलो, तू मुझे चुगली लगाई, येलो येलो कंट्रोल करो मेरे भाई।
waver, I will not shake. I'm searching for the steps to take. I will not falter, I will not break. I hold my ground under the weight. I will not waver, I will not shake. I'm searching for the steps to take. Song inside your soul, give me the words to sing along. Show me the love that we used to know. Show me the love. Seeing you here again. Oh, how I've learned so much from my time. The wonder of it all.
in the open. In the in-between, it's here, we finally know it.
तुझ में रब दिखता है यारा, मैं क्या करूं। रब ने बना दी जोड़ी, चमचमाए मुझे तरसाए, तेरे साया छेड़ के चूमता, हो तुझ मुस्काए, तुझ शर्माए, जैसे मेरा है खुदा चूमता। तू ही मेरी है बरकत, तू ही मेरी इबादत, और कुछ ना जानो, बस इतना ही जानो। तुझ में रब दिखता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। सजदे सर झुकता है यारा, मैं क्या करूं। तुझ में रब दिखता है यारा, मैं क्या करूं। रब ने ആരാന്ന് പറഞ്ഞു കൊടുക്ക്, ആരാന്ന് പറഞ്ഞു കൊടുക്ക്. जोड़ी Thank you. Happy married life to Liz and Ron. Have a great year. अब है जुदाई का मौसम, दो पल का मेहमान, कैसे ना जाएगा अंधेरा, क्यों ना थमेगा तूफान। अब है जुदाई का मौसम, दो पल का मेहमान, कैसे न जाएगा अंधेरा, क्यों न थमेगा तूफान। कैसे ना मिलेगी मंजिल प्यार की, ए मेरे हम सफल एक जरा इंतजार, सुन सदा ही दे रही है मंजिल प्यार की, मंजिल प्यार की। प्यार ने चाहा पर क्या है, झूमे कदम एक बार, वहीं से खुला है कोई रास्ता, वहीं से गिरी है दीवार। रोके कब रुकी है मंजिल प्यार की, ये मेरे हम सफर एक जरा इंतजार, सुन सदा दे रही है मंजिल प्यार की, ये मेरे
एक जरा इंतजार सुन सदा ये दे रही है मंजिल प्यार की